നമ്മുടെ കേരളത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ 64ാം പിറന്നാളാണ് നവംബർ 1-ന്. 1956 നവംബർ 1-നാണ് കേരളം രൂപീകരിച്ചത്. മലബാർ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നീ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളെ കുറിച്ച് നമുക്ക് അറിയാം. തിരുവനന്തപുരം തെക്കേ അറ്റത്തെ ജില്ല, പ്രതിഭകളുടെ നഗരം, കേരള തലസ്ഥാനം, ആദ്യ IT പാർക്ക്. കൊല്ലം കശുവണ്ടി വ്യവസായം, ആദ്യ പേപ്പർ മിൽ, ആദ്യ ചിത്രശലഭ പാർക്ക്, എള്ള് ഉൽപാദനം. പത്തനംതിട്ട ആദ്യ പോളിയോ വിമുക്ത ജില്ല, ആറന്മുള വള്ളംകളി, ഏക താറാവ് വളർത്തൽ കേന്ദ്രം, റിസർവ് വനം കൂടുതലുള്ള ജില്ല. ആലപ്പുഴ കിഴക്കിന്റെ വെന്നീസ്, കയർ വ്യവസായം, കേരളത്തിന്റെ നെല്ലറ, നെഹ്റു ട്രോഫി വള്ളംകളി. കോട്ടയം അക്ഷരങ്ങളുടെ നാട്, റബ്ബർ കൃഷിക്ക് പ്രശസ്തം, ആദ്യ പ്രസ്, കുമരകം പക്ഷി സങ്കേതം. ഇടുക്കി ആനമണി സ്ഥിതി ചെയ്യുന്നു, ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം, ആദ്യ ആർച്ച് ഡാം, വെളുത്തുള്ളി കൃഷിക്ക് പ്രശസ്തം. എറണാകുളം അറബിക്കടലിന്റെ റാണി, കൊച്ചി കൂടുതൽ ദേശീയപാതകൾ, കരിച്ചക്ക കൃഷിക്ക് പ്രശസ്തം, ആദ്യത്തെ മെട്രോ സർവീസ്. തൃശൂർ സാംസ്കാരിക തലസ്ഥാനം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നു, ആദ്യത്തെ മുസ്ലിം പള്ളി, കൊടുങ്ങല്ലൂർ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. പാലക്കാട് ഏറ്റവും വലിയ ജില്ല, മലമ്പുഴ അണക്കെട്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. മലപ്പുറം എഴുത്തച്ഛന്റെ ജന്മസ്ഥലം, ഏറ്റവും വലിയ തേക്ക്, ജനസംഖ്യ കൂടുതൽ. കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയം, ബേപ്പൂർ തുറമുഖം, നക്ഷത്ര ബംഗ്ലാവ്. വയനാട് കുറവ് ജനസംഖ്യ, റെയിൽവേ ഇല്ല, കടൽത്തീരം ഇല്ല. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി, അറക്കൽ രാജവംശം, ബീഡി വ്യവസായം. കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല, വടക്കേ അറ്റത്തെ ജില്ല, കൂടുതൽ നദികൾ ഉണ്ട്. അവസാനം രൂപം കൊണ്ട ജില്ല. ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. നമ്മുടെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയും, ഫലം ചക്കയും, മൃഗം ആനയും, മത്സ്യം കരിമീനുമാണ്. കൽപവൃക്ഷമായ തെങ്ങ് ഔദ്യോഗിക വൃക്ഷവും, വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും ആണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയെ കുറിച്ചാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നമ്മുടെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ല രൂപീകരിച്ചത് 1949 ജൂലൈ 1-നാണ്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പഠനം, ആരോഗ്യം തുടങ്ങിയതിലെല്ലാം കേരളം വളരെ മുന്നിലാണ് എന്നത് ഓരോ മലയാളിക്കും വളരെ അഭിമാനമാണ്. കേരളത്തിലെ ആദ്യത്തേത് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജേതാവാര്? G ശങ്കരക്കുറുപ്പ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ടീച്ചർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ. കേരളം എന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്, പൂക്കൾ നിറഞ്ഞൊരു നാടാണ്, പുഴകൾ നിറഞ്ഞൊരു നാടാണ്,